ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ സ്റ്റഡി ചാലഞ്ചിൻ്റെ ഡേ 3 ആണ് കേട്ടോ. ഒരു 7:30 ആയപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് ഗായ്സ്, സത്യം പറഞ്ഞാൽ ഡേ 3 കഴിഞ്ഞിട്ട് പിന്നെ 1-2 ദിവസം എനിക്ക് പഠിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റഡി പ്ലാനിലെ ടോപ്പിക്സ് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അല്ലാതെ ഞാൻ ക്ലാസ്സിലെ ടെസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുമായിരുന്നു. സോ എന്തായാലും ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് പഠിച്ചത് നാളത്തെ എക്സാമിനുള്ള ടോപ്പിക്കാണ് പഠിച്ചത്. നമ്മുടെ ദേശീയ പ്രസ്ഥാനങ്ങളൊക്കെ ഇല്ലേ, ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരളത്തിലുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ, അതാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചത്. അത് പഠിച്ചു കഴിഞ്ഞ് പിന്നെ ഞാനൊരു ചെറിയ ബ്രേക്കൊക്കെ എടുത്തിട്ട് നെക്സ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നത് നമ്മുടെ ഇന്നത്തെ ഡേ 3യുടെ ടോപ്പിക്കായിട്ടുള്ള സെൻസറി ഓർഗൻസിൻ്റെ ടോപ്പിക്കാണ് എടുത്തത്. ഇന്നത്തേന്ന് പറയുമ്പോൾ ഡേ 3 ആണ് കേട്ടോ. ഇന്ന് ഡേ 3 ഒക്കെ കഴിഞ്ഞു, എന്നാലും ഞാൻ ഡേ 3 ഇന്നാണ് പഠിക്കുന്നത്. ഓക്കെ, സോ സെൻസറി ഓർഗൻസ് ആയിരുന്നു ടോപ്പിക്ക്. അത് പഠിച്ചു കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പിന്നെ ഞാൻ വന്നിട്ട് സെൻസറി ഓർഗൻസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി വർക്കൗട്ട് ചെയ്തിട്ട് ആ ടോപ്പിക്ക് പഠിച്ച് സെറ്റാക്കി വെച്ചു. പിന്നെ 1-2 SCRT ചാപ്റ്റേഴ്സും കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 1:45 പിന്നെ വീണ്ടും ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് 2 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നത് നാളത്തെ എക്സാമിനുള്ള ടോപ്പിക്കാണ് കേട്ടോ. നാളത്തെ ടോപ്പിക്ക് കുറേ ഒരു 100 മാർക്കിൻ്റെ എക്സാമാണ്. സോ ഒരുപാട് ടോപ്പിക്സ് ഇങ്ങനെ വരുന്നുണ്ട്. അതിനുള്ള കറണ്ട് അഫെയർസ് പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിച്ചു. പിന്നെ ഫുഡ് കഴിച്ച ക്ഷീണത്തിന് അങ്ങ് കിടന്നുറങ്ങി ഗൈസ്. നല്ല ഉറങ്ങി പിന്നെ ഉണർന്ന് പഠിക്കാൻ വേണ്ടിയിരുന്നത് 5:40 ഗൈസ്. 5:40 വൈകിട്ട്. പിന്നെ അത് കഴിഞ്ഞ് എക്സാമിനുള്ള ടോപ്പിക്കാണ് വീണ്ടും ഞാൻ പഠിച്ചത്. അവിടെ 2 ടോപ്പിക്ക് പഠിക്കാനുണ്ടായിരുന്നു. നമ്മുടെ ജോഗ്രഫിയിലെ നമ്മുടെ ശിലകളില്ലേ, കായാന്തരിത ശിലകൾ, കായാന്തരീകരണം എന്ന് പറഞ്ഞാൽ മറ്റേ മെറ്റമോർഫിക് റോക്സ്, ആ സംഭവമൊക്കെ അത് പഠിച്ചു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ റിവേഴ്സും കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇന്നത്തെ നമ്മുടെ ഡേ 3 സ്റ്റഡി പ്ലാനിൻ്റെ ടോപ്പിക്കായിട്ടുള്ള മലയാളം സമാന പദങ്ങളും കുറച്ച് പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്തു. സത്യം പറഞ്ഞാൽ കുറേ ദിവസമായി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ട്. എല്ലാം പഠിച്ചിട്ട് വരുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ ടൈം കിട്ടാറില്ലായിരുന്നു. സോ എന്തായാലും ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് ഇത് നേരത്തെ ചെയ്തതാണ്, എന്നാലും പിന്നെ കുഴപ്പമില്ല അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച് ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത ശേഷം നാളത്തെ എക്സാമിനുള്ള ഒരു ടോപ്പിക്കും കൂടെ ഉണ്ടായിരുന്നു, മലയാള സാഹിത്യം. അതും കൂടി വായിച്ച് ഞാൻ നല്ല രീതിക്ക് പഠിച്ചു. ഇത് സത്യം പറഞ്ഞാൽ നേരത്തെ പഠിച്ചതാണ്, അതുകൊണ്ട് വലിയ പാടില്ലായിരുന്നു. അത്രയൊക്കെ പഠിച്ച് ഇന്നത്തെ ദിവസം ഞാൻ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. ഒരു 7-3/4 മണിക്കൂറൊക്കെ പഠിച്ചു ഗൈസ്. അത് കണ്ടപ്പോൾ സന്തോഷം. പിന്നെ നമ്മുടെ ടു ഡു ലിസ്റ്റിൽ 2 പോയിട്ട് ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് പഠിച്ചത്. പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ സമയം ഒരു 11 11 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബായ്.